അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. 4 വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് മൂവാറ്റുപുഴ പോക്സോ കോടതി. കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെയാണ് കോടതി 2 ദിവസത്തേക്ക് പുത്തൻകുരിശ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. 4 വയസ്സുകാരിയെ ക്രൂര പീഡനത്തിന് ഇരയാക്കിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് മൂവാറ്റുപുഴ പോക്സോ കോടതി. തിരുവാങ്കുളത്ത് അമ്മ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി ക്രൂര ബലാത്സംഗമാണ് നേരിട്ടതെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെ കഴിഞ്ഞ ദിവസം പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസിൽ മൂവാറ്റുപുഴ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെയാണ് കോടതി 2 ദിവസത്തേക്ക് പുത്തൻകുരിശ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. കഴിഞ്ഞ 1 വർഷമായി പ്രതി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ പീഡന വിവരം കുട്ടിയുടെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നുവെന്ന് കുട്ടിയുടെ അമ്മയും പ്രതിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഭർത്തൃവീട്ടിലെ ഒറ്റപ്പെടലിനെ തുടർന്നാണ് മകളെ കൊലപ്പെടുത്തിയതെന്നാണ് കുട്ടിയുടെ അമ്മയുടെ മൊഴി. പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതിയെ തിങ്കളാഴ്ച തിരികെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ ന്യൂസിന്റെ ഭാഗമാകാൻ മൂവാറ്റുപുഴയിലെ ജനപ്രതിനിധികളായ ഞങ്ങൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ച് നമസ്കാരം പകുതി വില തട്ടിപ്പ് നിർമ്മാർജ്ജനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലാണ് പുരസ്കാരത്തിൽ നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന മൂവാറ്റുപുഴ ന്യൂസിലൂടെ ജനങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മൂവാറ്റുപുഴയുടെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തിക്കുന്ന News@18. ഇനി വാർത്താ അവതാരികയാകാൻ ഞാനും ഞാനും